16ാമത് സിൽവർ ഹിൽസ് ട്രോഫിക്ക് വേണ്ടിയുള്ള ബാസ്ക്കറ്റ്ബോൾ ടൂർണമെൻറ്റിൻ്റെ തത്സമയത്തിലേക്ക് നമ്മൾ പോവുകയാണ്. എങ്ങനെയുണ്ട് കളി? സൂപ്പർ. രണ്ട് ടീംസ് നല്ല അങ്ങോട്ടും ഇങ്ങോട്ട് നല്ല ടൈറ്റായിട്ട് കളിക്കുന്നുണ്ട്. നല്ല കളിയാണ്. മോൻ്റെ പേരെന്താ? റയാൻ. ഏത് സ്കൂളിലാണ് മോൻ പഠിക്കുന്നത്? ഞാൻ ദേവഗിരി പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത്. എത്ര കൊല്ലായി മോൻ ബാസ്ക്കറ്റ്ബോൾ ടൂർണമെന്റ്? ഞാൻ 3 കൊല്ലായി. എന്താണ് ഈ കളിയുടെ ഒരു ഗുണം മോൻ എന്താ തോന്നുന്നത്? എനിക്ക് തോക്കുമ്പോഴും കളിക്കാൻ തോന്നുന്നു. ഒരു ടീം സ്പിരിറ്റ്. മോൻ്റെ ഫ്രണ്ട്സ് ആണോ? ടീമാണ്. ടീം മെമ്പേഴ്സ്. എന്താണ് നമ്മുടെ ഈ സ്കൂളിലെ ഈ ബാസ്ക്കറ്റ്ബോൾ ടൂർണമെന്റിനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അങ്ങനൊന്നുമില്ല, നല്ല ടൂർണമെന്റ് ആണ്. നിങ്ങൾ ഏത് ടീമിന്റെ കളിക്കാരാണ്? എങ്ങനെയുണ്ട്? നിങ്ങളുടെ കോച്ചിന്റെ പേരെന്താണ്? ഹരിസാർ. ഹരിസാറാണ്. എങ്ങനെ ഹരിസാർ നിങ്ങൾ നന്നായിട്ട് പരിശീലിപ്പിക്കുമല്ലോ? അല്ലേ? എന്താ ഹരിസാറിനെ കുറിച്ചൊന്ന് പറ. നല്ല കോച്ചാണ്, കുറേ എക്സ്പീരിയൻസും ഉണ്ട്, പിന്നെ ട്രെയിനിങ് നന്നായിട്ട് തരും, പിന്നെ ബാക്കി നമ്മളുടെ കാര്യം നമ്മൾ പിന്നെ ഇപ്പം ഏറ്റവും നല്ല ഒരു കോച്ചായിട്ടാണ് നമ്മൾ ദേവഗിരി CMIയിലെ കൊച്ചുകൂട്ടുകാർ അവരുടെ കോച്ച് ഹരിസാറിനെ കുറിച്ച് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ടീമിൻ്റെ അടുത്തേക്ക് നമുക്ക് പോവാം. പറയുന്ന പരിപാടിയിലേക്കാണ്. അപ്പം ഇതിൽ ഏറ്റവും വലിയൊരു ആകർഷകമാണല്ലോ നമ്മുടെ ചായക്കടകൾ, അല്ലേ? അതിനെ കുറിച്ച് എന്താ മാഡത്തിന് പറയാനുള്ളത്? ഇവിടെ ഇപ്പൊ ഭയങ്കര തിരക്കാണ്. ഞങ്ങൾക്ക് സാധനങ്ങൾ കൊടുക്കാൻ പറ്റാത്തൊരു ഇപ്പൊ നമ്മളുടെ അടുത്തുള്ളത് വെജില് നമുക്ക് സമൂസയുണ്ട്, പൊരിച്ചപത്തിരി ഉണ്ട്, പിന്നെ നോൺ വെജില് കട്ട്ലറ്റ് ഉണ്ട്, കാടമുട്ട ഫ്രൈ ഉണ്ട്, പിന്നെ നമുക്ക് ഡോണറ്റ്സ് ഉണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. പിന്നെ പാനിപൂരി, ബേൽപൂരി ഭയങ്കര സെയിലുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ വാങ്ങിക്കുന്നത്. രണ്ടാമത്തെ ദിവസമായല്ലോ അല്ലേ? എങ്ങനെയുണ്ട്? നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്? നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. വി ഹാവ് ടോട്ടലി ബിസി. ഇത്രയും മനോഹരമായ ഒരു കളിയിൽ അല്ലേ, ഒരു മികച്ച ഫോട്ടോഗ്രാഫർ എന്നാണ്, ഒരുപാട് അവാർഡുകളൊക്കെ വാങ്ങിക്കൂട്ടിയ ആളാണ്. എങ്ങനെയാണ് ഈ കളിയെ നോക്കി കാണുന്നത്? എങ്ങനെയുണ്ട് ഈ ബാസ്ക്കറ്റ്ബോൾ ടൂർണമെൻറ്റ്? ഇപ്പം സാറ് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഗെയിം എങ്ങനെയുണ്ട്? വളരെ കുട്ടികൾ നല്ല മികച്ച പ്രകടനമാണ് നടത്തുന്നത്. കാരണം ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഇത്രയും മനോഹരമായിട്ട് ഞാൻ ഒരുപാട് കളികൾ എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് കണ്ടു പരിചയമുള്ള ആളെന്നിലേക്ക് കുട്ടികൾ കളിക്കാനാകുമ്പോൾ ശരിക്ക് നല്ല അത്ഭുതം തോന്നുന്നുണ്ട്. കാരണം മനോഹരമായിട്ട് കുട്ടികൾ ഓരോ കുട്ടികളും പ്രകടനം അത്രയും മനോഹരമായിട്ടാണ്. അപ്പോൾ അത് നല്ലൊരു വിജയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ കായിക രംഗം എന്ന് പറയുമ്പം ഈ ഒരു കാലഘട്ടത്തിലൊക്കെ പ്രത്യേകിച്ചും കോവിഡിന് ശേഷം അല്ലേ, കുറച്ചൊരു മാന്ദ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തും ഇത്രയും നന്നായിട്ട് വിദ്യാലയങ്ങളൊക്കെ ഇതുപോലെ പരിപോഷിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുണം കൂടുതലായിട്ടും കുട്ടികൾക്ക് കിട്ടുന്നില്ലേ? തീർച്ചയായിട്ടും. കാരണം കുട്ടികളാണ് നമുക്ക് പ്രതീക്ഷ അതാണ്. കാരണം കുട്ടികൾ വളരെ നമ്മൾ വിചാരിക്കുന്നതിന് എത്രയോ മുന്നോട്ടേക്കാണ് അവർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ. നമ്മൾ പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്തിന് ശേഷം നമുക്ക് മനസ്സിലായ കാര്യം അതാണ്. കുട്ടികളെയാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത്. കാരണം അവർ ഓരോ സ്കൂളിൽ ചെന്നാലും കുട്ടികളെ പ്രകടനം കാണുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവുന്നതാണ്. കുട്ടികൾ വളരെ മുന്നോട്ടേക്കാണ്, നമ്മളാണ് പലരും പിന്നോട്ട് പോയി പോകണമെന്ന് തോന്നിപ്പോകും. ഈ പിന്നെ ഞാനൊരു 10 കൊല്ലം മുമ്പ് എടുത്ത ഓരോ കായിക പരിപാടികളും എടുത്തിട്ട് ഇപ്പോൾ ഉള്ളത് കുട്ടികൾ ചെയ്യുന്നതും കാണുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം നമുക്ക് നേരിട്ട് അനുഭവിച്ചറിയാം. അത് നമ്മൾ ഇതിൽ ഈ കോർട്ടിൽ വന്നിട്ട് നമ്മൾ എടുക്കുന്ന ഫോട്ടോ മുന്നിൽ വന്ന് എടുക്കുന്ന ആൾക്കാരതിനെക്കൊണ്ട് തീർച്ചയായിട്ടും നമുക്കിതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. വളരെ മുന്നോട്ടാണ് നമ്മളെ കുട്ടികളെ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ധൈര്യമായിട്ട് ഈ കുട്ടികൾ നമ്മളെ ഭദ്രമാണ്. ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ ലഭിച്ച ദീപിക പത്രത്തിലെ ഒരു മികച്ച ഫോട്ടോഗ്രാഫറായ രമേഷ് കോട്ടൂളിയുമായിട്ടുള്ള ഒരു അഭിമുഖമായിരുന്നു നമ്മൾ ഇപ്പം നടത്തിയത്. കളിയുടെ മത്സരം അല്ലേ, വാശിയേറിയ പോരാട്ടം നടക്കുകയാണ്. വാശിയേറിയ പോരാട്ടത്തിൽ അല്പമെങ്കിലും നമ്മുടെ മനസ്സിനെ കുളിർപ്പിക്കുന്നത് നമ്മുടെ ഐസ്ക്രീമുകളാണ് അല്ലേ? എങ്ങനെയാണ് വിലയൊക്കെ? എങ്ങനെയാണ്? പുറമെയുള്ളതിനേക്കാളും കൂടുതലാണോ അതോ കുറച്ചിട്ടാണോ കൊടുക്കുന്നത്? കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം ഇത് ചാരിറ്റിക്ക് പോകേണ്ടതാണല്ലോ, അതുകൊണ്ട് നമ്മൾ അത്രയും കുറച്ചിട്ട് തന്നെയാണ് കൊടുക്കൽ ഇവിടെ. അപ്പോൾ ചാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ചാരിറ്റി സിൽവർ ട്രോഫിൻ്റെ ഭാഗമായിട്ട് പാവപ്പെട്ട ആൾക്കാർ വയനാട്ടിലെ വീട് വെക്കാനൊക്കെ സഹായത്തിനായിട്ടാണ് ഇതൊക്കെ നടത്തുന്നത്, ഈ സ്റ്റോളുകളൊക്കെ ഇടുന്നത്. അപ്പം ഞങ്ങൾ അതിൻ്റെ ഒരു വോളണ്ടിയേഴ്സായിട്ട് അതിൻ്റെ ഒരു ഭാഗമാവാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ NSS വിദ്യാർത്ഥികളാണോ? അതെ, നമ്മൾ NSS വിദ്യാർത്ഥികളാണ്.
അപ്പം ഇതിൻ്റെയൊക്കെ നേതൃത്വം നൽകിയ കുട്ടികളെയൊക്കെ കൃത്യമായിട്ട് ഇതിലേക്ക് കൊണ്ടുവന്ന് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു അധ്യാപിക ഒന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങളൊക്കെ എൻ്റെ പേര് ഷൈസി എന്നാണ്. ഇവിടെ ഇംഗ്ലീഷ് വിഭാഗം അധ്യാപികയാണ്. നമ്മളിത് ചെയ്യുന്നതിൻ്റെ ഒരു പങ്കെന്ന് പറയുന്നത് നമ്മൾ ചാരിറ്റിക്കും കൂടിയാണ്. ഇപ്പോൾ വയനാട് ദുരന്തമൊക്കെ ഉണ്ടായ സംഭവം അറിയാമല്ലോ. അപ്പോൾ എല്ലാവർക്കും വീട് വയ്ക്കുക, അവിടെ അവിടെ പെട്ടുപോയ ആളുകൾക്ക്, വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുക എന്നുള്ള ഉദ്ദേശം കൂടിയാണ് ഇതിന് പിന്നിലുള്ളത്. അപ്പോൾ നന്നായിട്ട് സെയിലൊക്കെ നടക്കുന്നുണ്ട്, കുട്ടികളൊക്കെ നന്നായിട്ട് വാങ്ങുന്നുണ്ട്, കുഴപ്പമില്ല, കുട്ടികൾ നന്നായി സഹകരിക്കുന്നുണ്ട്. ഇവിടെ രാത്രി 12 മണി വരെ നമ്മളിവിടെ ഓപ്പണാണ്. അപ്പോൾ എല്ലാവരും നല്ല സഹകരണമുണ്ട്, അധ്യാപകരുടെയും അതോടൊപ്പം തന്നെ കുട്ടികളുടെയും രക്ഷാകർത്താക്കളുടെയും സഹകരണം നന്നായിട്ടുണ്ട്. കളിയുടെ ചൂടിനൊപ്പം കുളിർമയുള്ള ഐസ്ക്രീമും കൂടെ നുകർന്നുകൊണ്ട് നമ്മൾ നമ്മുടെ കളികൾ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ട്രിവാൻഡ്രം. നിങ്ങളുടെ കളി ഇതിന് മുൻപ് ഏതെങ്കിലും കഴിഞ്ഞോ? ഇന്നലെയോ എപ്പോഴെങ്കിലും കളി? ആണോ? നിങ്ങളുടെ എതിരാളികൾ ആരൊക്കെയാണ്? PHS പന്തല്ലൂരാണ്. എങ്ങനെ നല്ല ഉഷാറ് പ്രാക്ടീസ് അല്ലേ? ഓ, നിങ്ങളുടെ ക്യാപ്റ്റൻ ആരാണ്? നിങ്ങളുടെ ഉഷാറായ നിങ്ങളെ എല്ലാ കാര്യത്തിലും നിങ്ങളെ അല്ലെ കൃത്യമായിട്ട് മുൻപിലേക്ക് കൊണ്ടുപോകുന്ന ക്യാപ്റ്റൻ. ക്യാപ്റ്റൻ എന്താണ് ഈ വരുന്ന അടുത്ത കളിയെ കുറിച്ച് പറയാനുള്ളത്? ടീം വർക്ക് ചെയ്ത് നല്ല പോലെ അടിച്ച് ജയിക്കണം. ടീം സ്പിരിറ്റ് ഉണ്ടാവണം അല്ലേ? അത് ആ ഒരു ഊർജ്ജസ്വലത നിങ്ങളുടെ മുഖത്ത് കാണുന്നുണ്ട്. ആ എതിരാളിയെ ശരിക്കും എന്താണ് മറിച്ചിടാൻ തക്ക ഒരു ഊർജ്ജസ്വലത നിങ്ങളുടെ മുഖത്ത് കാണുന്നുണ്ട്. സ്വന്തം ടീമിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല ടീമാണ്, കപ്പടിയും. നമ്മുടെ സിൽവർ ഹിൽസ് ട്രോഫിക്ക് വേണ്ടിയുള്ള ബാസ്കറ്റ്ബോൾ ടീമിൻ്റെ പോരാട്ടങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. രണ്ടാമം ദിനം ഇന്ന് ഏറ്റവും തീവ്രമായിക്കൊണ്ടാണ് ഈ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൊച്ചുകുട്ടികൾ അതിമനോഹരമായിട്ടാണ് അവർ കളിക്കുന്നത്. അവരുടെ ഓരോരോ നീക്കത്തിലും വാശിയും വീറും ഉണ്ട്. അപ്പോൾ കളി ഇനിയും അവസാനിക്കുന്നില്ല, കളി തുടർന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇനിയും ഒരുപാട് പോരാട്ടങ്ങൾ നമുക്ക് കാണാനുണ്ട്. Good afternoon everyone, myself Naomi and we are in the middle of the 16th Silver Trophy All India Inter-School Basketball Tournament. So നമ്മളെ കൂടെ ഉള്ളത് PHS പന്തലൂരിനുള്ള ഒരു ടീം മെമ്പറാണ്. സോ ലെറ്റ്സ് ആസ്ക് അബൌട്ട് ദം ദ എക്സ്പീരിയൻസസ്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഗെയിമൊക്കെ? നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ നല്ല സ്കൂളാണ്, ക്യാമ്പസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ മാച്ച് ഞങ്ങൾ ഒരു കളി വിൻ ചെയ്തു, ഒരു കളി ഞങ്ങൾ ലോസ് ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നത് ഈ കളി ടൂർണമെൻറ്റിൽ. നിങ്ങളുടെ ഗെയിം പ്ലാൻസ് സ്ട്രാറ്റജീസ് ഒക്കെ എന്തൊക്കെയാണ്? അത് കോച്ച് തീരുമാനിക്കുമായിരിക്കില്ല. ഞങ്ങൾ കോച്ച് പറയും, ഞങ്ങൾ അതേമാതിരിക്ക് ചെയ്യുന്നു. അങ്ങനെയാണ്. നിങ്ങളുടെ ടീമൊക്കെ ഭയങ്കര ടീം സ്പിരിറ്റ് ഒക്കെ ഉണ്ടോ? പിന്നെ ഞങ്ങൾ ഫൈറ്റ് ചെയ്യണം തന്നെ. പക്ഷെ ചിലപ്പോൾ ഞങ്ങൾ തോറ്റു പോകുന്നല്ലാതെ ഇനി ഒരു ഞങ്ങളിപ്പം കളിച്ച് ഞങ്ങൾ ഇപ്പോൾ തോറ്റിക്കുമല്ലോ. നിങ്ങൾക്ക് ഇനി സിൽവേഴ്സിൽ വരാൻ ഒരു ചാൻസ് കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. Good evening everyone, I'm Hifza Amreen. We are in the middle of Silver Hills Trophy, to the 16th Silver Hills Trophy All India Inter-School Basketball Tournament. Today, we are privileged to meet the coach and talented players of the team, Bhagirath. Congratulations on your win with the team, Father Agnell School, Mumbai. Thank you. What's your message to the team after this remarkable win? Well, this was our second match and team really pulled up from our last loss because we lost by 1 point in our first match. So they pulled up in the second match and they did really well and they are getting confidence for the next quarterfinals and I hope we'll do our best, we'll give our best ability in quarterfinals. How do you enjoy Kerala? Like, how is your experience in Kerala so far? Very good. We are enjoying rain here. Have you tried the cuisine of Kerala, like sadhya, biryani and all? Yeah. No? We had appam. Appam? There are a lot more to that. We'll be looking for that because yesterday few of our boys had fast for Thursday, so we'll look for that. തീവ്രമായ പോരാട്ടം കഴിഞ്ഞ് അതിൻ്റെ പിരിമുറുക്കത്തിൽ നിന്ന് ശാന്തരായി വിജയത്തിലേക്ക് കടന്നു വന്ന ഒരു ടീമാണ് അല്ലേ? ആ ടീമിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കോച്ചിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഏത് ടീമുമായിട്ടാണ് ഇന്ന് കുട്ടികൾ മത്സരം കാഴ്ചവെച്ചത്? കൊല്ലത്തുള്ള SN ട്രസ്റ്റ് എന്ന് പറഞ്ഞ സ്കൂളാണ്. ഒരു സ്പോർട്സ് ഹോസ്റ്റലാണ്. ഒരുമിച്ച് താമസിച്ച് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന, 2 നേരം പ്രാക്ടീസ് ചെയ്യുന്ന കൗൺസിൽ ഹോസ്റ്റൽ പിള്ളേരാണ്.
അപ്പോൾ തീവ്രമായ ഒരു പോരാട്ടം കഴിഞ്ഞ് മിന്നുന്ന വിജയം കാഴ്ചവെച്ച നമ്മുടെ കൊച്ചു കൂട്ടുകാരോട് നമുക്ക് ചോദിക്കാം അല്ലേ. ആരാണ് ക്യാപ്റ്റൻ? ആരാണ്? ആ, ഒന്ന് മോളെ സ്വയം പരിചയപ്പെടുത്തുക. എങ്ങനെയുണ്ടായിരുന്നു കളി എന്നൊക്കെ ഒന്ന് പറയാം. എൻ്റെ പേര് ലിന്ന. ഞങ്ങൾ ഓക്സ്ഫോർഡ് ടീമാണ്. ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് ജയിക്കാൻ പറ്റും എന്ന്. എതിർ ടീം എങ്ങനെയുണ്ടായിരുന്നു? അത്യാവശ്യം നല്ല ടീമാണ്. ഈ ടീം ഞങ്ങൾ ഒരു പ്രാവശ്യം അടിച്ചതാണ്. ഞങ്ങൾ തിരിച്ചിപ്പോൾ അടിച്ചു. ഞങ്ങൾ തിരിച്ചിപ്പോൾ വിജയം കൈവരിച്ചു. ക്ഷീണമൊന്നുമില്ല, ഞങ്ങൾക്ക് വാശിയുണ്ടായിരുന്നു ജയിക്കാൻ. ഒരു വട്ടം ഞങ്ങളെ തോപ്പിച്ചതാണ്. അപ്പം നമ്മൾ വാശിക്ക് കളിച്ച് അവരെ തോപ്പിച്ചു. അപ്പോൾ വാശിയേറിയൊരു പോരാട്ടം തന്നെയായിരുന്നു നിങ്ങളുടെ പോരാട്ടം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിജയം എത്തിപ്പിടിക്കാൻ സാധിക്കുകയും ചെയ്തു അല്ലേ. അപ്പം ഹാപ്പി അല്ലേ?